ഇന്ത്യയിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി തുടങ്ങാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതിന് എത്ര കോടി രൂപ വേണ്ടി വരുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനെന്തൊക്കെ വേണ്ടി വരുമായിരിക്കും? സ്വന്തമായി ഒരു വാർത്താ ചാനൽ, പ്രൈവറ്റ് ജെറ്റുകൾ? നോ 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 നോ. എന്നാൽ ഇതൊന്നുമില്ലാതെ 2026 ഒരു പാർട്ടി ജനിച്ചു. വെറും 5 ദിവസങ്ങൾക്കുള്ളിൽ 2 കോടിയിലധികം ഫോളോവേഴ്സുമായി ഭരണകക്ഷിയുടെ ഔദ്യോഗിക പേജിനെ പോലും അവർ മറികടന്നു. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ വിപ്ലവത്തിലേക്ക് സ്വാഗതം. ദി ഗ്രേറ്റസ്റ്റ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതിനെ ജെൻസിയുടെ വെറും ഒരു തമാശയായി തള്ളിക്കളയുകയാണ് ചെയ്തത്. എന്നാൽ അവർക്ക് പൂർണ്ണമായും തെറ്റി. ഇതൊരു മീമല്ല, നമ്മുടെ സിസ്റ്റത്തിന്റെ ഘടനാപരമായ പരാജയത്തിൽ നിന്ന് പൊട്ടിത്തെറിച്ച ഒരു ലാവയാണ്. ഇന്ന് നമ്മൾ ഈ ഡിജിറ്റൽ പാർട്ടിയുടെ അണിയറ രഹസ്യങ്ങൾ പൊളിക്കുകയാണ്. എങ്ങനെയാണ് ഇവർ പരമ്പരാഗത IT സെല്ലുകളെ തകർത്തത്? തമാശകൾ എങ്ങനെയാണ് സർക്കാരുകളെ താഴെ ഇറക്കുന്നതെന്ന് തെളിയിക്കുന്ന ആഗോള ചരിത്രങ്ങൾ എന്തൊക്കെയാണ്? ഒടുവിൽ കോക്രോച്ചുകളെ അധികാരികൾ ശാരീരികമായി ആക്രമിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ്? വീഡിയോയുടെ അവസാനം വരെ കാണുക, കാരണം ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയമാണിത്. വെൽക്കം ബാക്ക്. CJP എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് നാം അറിയണം. 2026 മെയ് 15 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരു പരാമർശം നടത്തി. സമൂഹത്തിലെ ചില ആക്ടിവിസ്റ്റുകളെയും തൊഴിലില്ലാത്ത യുവാക്കളെയും അദ്ദേഹം പാറ്റകളെന്നും സമൂഹത്തിലെ പാരാസൈറ്റ്സ് എന്നും വിളിച്ചു. പിന്നീട് അത് വ്യാജ ഡിഗ്രിക്കാരെ ഉദ്ദേശിച്ചാണെന്ന് അദ്ദേഹം തിരുത്തിയെങ്കിലും ആ വാക്കുകൾ ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഹൃദയത്തിൽ കൊണ്ടു. Already parasites in society. You attack you people, you attack the system. There are youngsters like cockroaches. They don't get any employment. They don't have any place in profession. Some of them become media. Some of them become social media. Some of them become RTI activists. Some of them become another activists, and they start attacking everyone. തൊഴിലില്ലായ്മ രൂക്ഷമാകുമ്പോൾ യുവാക്കളെ മടിയന്മാരും പാരസൈറ്റ്സുമായി മുദ്രകുത്തുന്നത് ഒരു പഴയ രാഷ്ട്രീയ തന്ത്രമാണ്. എന്നാൽ അവിടെയാണ് ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ PR വിദ്യാർത്ഥിയായ അഭിജിത്ത് ദീപ്കെ എന്ന യുവാവ് ആ അപമാനത്തെ ഒരു ആയുധമാക്കി മാറ്റിയത്. മെയ് 16 അദ്ദേഹം കോക്രോച്ച് ജനതാ പാർട്ടി പ്രഖ്യാപിച്ചു. യോഗ്യത തൊഴിലില്ലാത്തവനും മടിയനുമായിരിക്കണം. മനഃശാസ്ത്രപരമായ ഒരു പ്രതിരോധമാണിത്. സ്വന്തമായി ഒരു വീട് വാങ്ങാൻ കഴിയാത്ത, പഠിച്ചിട്ടും തൊഴിൽ നേടാൻ കഴിയാത്ത, നീറ്റ് പോലുള്ള പരീക്ഷകൾ എഴുതിയാൽ ചോദ്യപേപ്പർ ചോർന്നു പോകുന്ന ഒരു തലമുറയ്ക്ക് സിസ്റ്റത്തിലുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെടുമ്പോൾ പരിഹാസം മാത്രമാണ് അവരുടെ ഏക ആയുധം. അവർ പാറ്റ എന്ന അപമാനത്തെ ഒരു അഭിമാനമായി ഏറ്റെടുത്തു. ഒരു ഇൻസ്റ്റഗ്രാം തമാശയ്ക്ക് ശരിക്കും ഒരു രാജ്യത്തിന്റെ ഭരണത്തെ മാറ്റാൻ കഴിയുന്നു. ചരിത്രം ഉറക്കെ പറയുന്നു, കഴിയും. മുഖ്യധാര യൂട്യൂബർമാർ പറയാൻ മറന്നുപോകുന്ന ഒരു ഡേറ്റ ഞാൻ നിങ്ങൾക്ക് തരാം. 1. ഇറ്റലിയിലെ 5 സ്റ്റാർ മൂവ്മെന്റ്. 2009 ബെപ്പെ ഗ്രില്ലോ എന്നൊരു കൊമേഡിയൻ അഴിമതിക്കാർക്കെതിരെയും രാഷ്ട്രീയക്കാരെയും കളിയാക്കി തുടങ്ങിയ ഒരു ബ്ലോഗാണിത്. 2018 ആയപ്പോഴേക്കും ഇറ്റലിയിലെ പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അവർ മാറി. 2. ഉക്രൈനിലെ സെർവന്റ് ഓഫ് ദി പീപ്പിൾ. ഒരു സ്കൂൾ അധ്യാപകൻ അബദ്ധത്തിൽ പ്രസിഡന്റ് ആകുന്നതിനെ കുറിച്ചുള്ള ഒരു കോമഡി TV ഷോ ആയിരുന്നു ഇത്. എന്നാൽ ആ നടനായ വൊളോഡിമർ സെലൻസ്കി അതേ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യുകയും വൻ ഭൂരിപക്ഷത്തോടെ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആവുകയും ചെയ്തു. 3. ഐസ്ലൻഡിലെ പൈറേറ്റ് പാർട്ടി. ഇന്റർനെറ്റ് ഹാക്കർമാർ തമാശയ്ക്ക് തുടങ്ങിയ ഒരു പാർട്ടി, എന്നാൽ ഐസ്ലൻഡിലെ ഏറ്റവും 3ാമത്തെ പാർട്ടിയായി മാറി. CJP കൃത്യമായും പിന്തുടരുന്നത് ഇറ്റലിയിലെ 5 സ്റ്റാർ മൂവ്മെന്റിന്റെ അതേ ബ്ലൂ പ്രിന്റ് ആണ്. ഭരണകൂടം ഒരു കോമഡിയായി മാറുമ്പോൾ കൊമേഡിയന്മാർ ഭരണാധികാരികളാകും. അധികാരികൾ ആ തമാശ കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കും. ആ തമാശ പാർലമെന്റിൽ കയറി ഇരിക്കുന്നത് വരെ. കഴിഞ്ഞ 10 വർഷമായി രാഷ്ട്രീയ പാർട്ടികൾ കോടിക്കണക്കിന് രൂപ മുടക്കി IT സെല്ലുകൾ വഴിയാണ് അവരുടെ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടുവരുന്നത്. എന്നാൽ CJP ആ കുത്തകയെ എങ്ങനെയാണ് പൂർണ്ണമായും തകർത്തത് എന്ന് നമുക്ക് കാണാം. സ്വയം പരിഹസിച്ചുകൊണ്ടുള്ള അവരുടെ മീമുകളും AI ഉപയോഗിച്ച് തയ്യാറാക്കിയ മാനിഫെസ്റ്റോകളും ജനങ്ങൾ സ്വയം ഷെയർ ചെയ്തു. ഈ അൽഗോറിതമിക് വാർഫെയറിൽ പണം തോൽക്കുകയും ക്രിയേറ്റിവിറ്റി ജയിക്കുകയും ചെയ്തു. പക്ഷെ ഇതൊരു വെർച്വൽ ലോകത്ത് മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു സമരമായി മാറിയില്ല. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അവർ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 2026 ജൂൺ 20, അതായത് ഈ അടുത്ത് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നാം കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ്.
നീറ്റ് പരീക്ഷാ വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട ആയിരക്കണക്കിന് യുവാക്കൾ പ്ലേറ്റും സ്പൂണും കൊട്ടി സമരം ചെയ്തു. 2020 കോവിഡ് സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത പാത്രം കൊട്ടൽ ക്യാമ്പയിനെ അവർ സർക്കാരിനെതിരെ തന്നെയുള്ള ഒരു പരിഹാസ ആയുധമാക്കി മാറ്റി. ഇന്ത്യയിലെ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനായ സോനം വാങ്ചുക് ഈ സമരത്തിൽ പങ്കുചേരുകയും ജൂൺ 27-നകം സർക്കാർ ഒരു നടപടി എടുത്തില്ലെങ്കിൽ അനിശ്ചിതകാല നിരാഹാര സമരം ഇരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്മാർട്ട് ഫോണുകളിൽ ഒതുങ്ങിയിരുന്ന ഒരു തലമുറ പോരാളികളായി മാറുന്ന ഒരു നവോത്ഥാനത്തിനാണ് നമ്മളെന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോൾ അത് തമാശ രൂപത്തിലാണെങ്കിൽ പോലും അധികാരികൾ ഭയക്കുന്നുവെന്നതിന്റെ നിർണായകമായ തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞു. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന CJPയുടെ ട്വിറ്റർ അഥവാ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ജൂൺ 15-ന് രാജസ്ഥാനിലെ ജയ്പൂരിൽ വെച്ച് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കയ്ക്ക് നേരെ ചിലർ ശാരീരിക ആക്രമണങ്ങൾ നടത്തി. അദ്ദേഹത്തെ മുഖത്തടിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. എന്തിനാണ് ഒരു ഡിജിറ്റൽ പാർട്ടിയെ അധികാരികൾ ഇത്രത്തോളം ഭയക്കുന്നത്? കാരണം മതം കൊണ്ടോ ജാതി കൊണ്ടോ വേർതിരിക്കാൻ കഴിയാത്ത തൊഴിലില്ലായ്മ എന്ന വികാരത്തിൽ ഒന്നിച്ച 2 കോടി യുവാക്കൾ എന്നത് വലിയൊരു ജനസംഖ്യാ വിസ്ഫോടനമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കോക്രോച്ച് ജനതാ പാർട്ടി നാളെ ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ മത്സരിച്ചേക്കില്ല. എന്നാൽ പണമില്ലെങ്കിലും ഒരു സ്മാർട്ട് ഫോണും സത്യവും ഉണ്ടെങ്കിൽ ഒരു രാജ്യത്തെ മുഴുവൻ ഒന്നിപ്പിക്കാമെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടത്തിലാണ്. ഈ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? വരാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ഈ യുവാക്കൾ സർക്കാരിനെ താഴെയിറക്കുമോ? നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ കമന്റുകളായി താഴെ രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള റെലവന്റ് ഇഷ്യൂസിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് പ്രിറ്റി ജോൺ. ബൈ.